NMOCയുടെ സാറ്റ് പേപ്പർ ആണെങ്കിലും USSന് വരുന്ന കുട്ടികൾക്കുള്ള ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കാറുണ്ട്. ഈ പൊതുവായിട്ട് വരുന്ന ചോദ്യങ്ങൾ പെട്ടതാണ് ഈ കൗണ്ടിങ് ഫിഗേഴ്സ്. അതിൽ സ്ക്വയറിന്റെ എണ്ണം ചോദിക്കാം, റെക്ടാങ്കിളിന്റെ എണ്ണം ചോദിക്കാം, ട്രയാങ്കിളിന്റെ എണ്ണം ചോദിക്കാം. ഇത് മൂന്നുമാണ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അതിൽ സ്ക്വയർ തന്നെ വരിയും നിരയുമായിട്ട് കൊടുക്കുമ്പോൾ ഒരേപോലെ റോ ആൻഡ് കോളംസ് ഈക്വൽ ആയിട്ട് വരുന്ന സമയത്ത് ഒരു നിയമം, അതല്ലാത്ത രീതിയിൽ വരുന്ന സമയത്ത് വേറൊരു നിയമം, ആ രീതിയിലാണ് വരുന്നത്. ഇന്ന് ഒരു ഭാഗം മാത്രം ഞാൻ കവർ ചെയ്യുന്നു, ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് പറയാം. ഇവിടെ ആദ്യത്തെ നമുക്ക് നോക്കാം. ഹിയർ ഓൺലി 1 സ്ക്വയർ ഹിയർ, അപ്പോൾ ഇത് 1 കൊടുക്കുന്നു. രണ്ടാമത്തതിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്ക്വയറിന്റെ എണ്ണം 1 2 3 4. അപ്പൊ കുട്ടികൾ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെറിയ 4ഉം ആദ്യത്തെ ഈ 4ഉം കൂടി ചേർന്നാൽ ഉണ്ടാവുന്ന ഒരു വലിയ സ്ക്വയറും ചെറിയ 4ഉം കൂടി ചേർന്നിട്ട് കിട്ടുന്ന 5 എന്നാണ് കിട്ടുന്നത്. അപ്പൊ കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ കേൾക്കുന്ന കുട്ടി ഒന്ന് പറയണേ. റെഡിയാണല്ലോ? ഓക്കെയാണ്. ശരി. ഇനി മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9. അവിടെ 9 ചെറുതുണ്ട്. അത് പെട്ടെന്ന് നോക്കിയാൽ അറിയാം. ഇങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 9 വരുമ്പം ആദ്യത്തെ സ്ക്വയർ നമ്പറായ 1, രണ്ടാമത്തെ സ്ക്വയർ നമ്പറായ 4, മൂന്നാമത്തെ സ്ക്വയർ നമ്പറായ 9, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തതുപോലെ 14 ഇവിടുത്തെ ആൻസർ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ നേരെ വരുന്ന സൈഡും താഴോട്ട് വരുന്ന സൈഡ്, അതായത് റോ ആൻഡ് കോളം സൈഡ് ഈക്വൽ ആകുമ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ. ഈക്വൽ അല്ലെങ്കിൽ വേറെ നിയമമാണ്. ശരി, അടുത്ത ഇതിലേക്ക് പോകാം. അടുത്തതിൽ ഇവിടെയും 1 2 3 4 1 2 3 4 4 × 4 16 ആണ്. അങ്ങനെ വരുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ നിങ്ങൾ പറയുന്നത് പോലെയുള്ള 30 ആണ് ഇതിന്റെ ആൻസർ. പക്ഷേ ഒരു പരീക്ഷയ്ക്ക് ഞാൻ കണ്ടു, അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു പരീക്ഷയ്ക്ക് ഞാൻ കണ്ട ഒരു ചോദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇതുപോലെ തന്നെ തന്നിട്ട് ഇതിൽ നിന്ന് ഒരു സ്ക്വയറിനെ അങ്ങ് എടുത്തു മാറ്റി. ഇപ്പോൾ ഇവിടെ ഏറ്റവും അടിയിലുള്ള ഒരു സ്ക്വയർ ഇല്ല, ചെറുതില്ല. അങ്ങനെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്ക്വയറിന്റെ എണ്ണം എത്ര എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അതും നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷ ഹാളിൽ വെച്ചിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സ്ക്വയറും കൂടി നിങ്ങളെ ഭാഗം അങ്ങോട്ട് ചേർക്കുക. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ 1 + 4 + 9 + 16 കിട്ടി, 30 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സ്ക്വയർ ഇല്ലാത്ത സ്ഥിതിക്ക്, ഈ ഒരു സ്ക്വയർ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്ക്വയർ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ ഈ സ്ക്വയറിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നു. പക്ഷെ തൽക്കാലം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ 30 വരെ എണ്ണിയെടുത്തതിന് ശേഷം, അതായത് എല്ലാ 4 സ്ക്വയർ വരെ എണ്ണിയെടുത്തതിന് ശേഷം ഉണ്ടാവുന്ന ആദ്യത്തെ റോയിലെ അല്ലെങ്കിൽ കോളമിലെ ആദ്യത്തെ 4 എണ്ണം, 4 ഇവിടെ ഉള്ളതെങ്കിൽ 4 ഒഴിവാക്കുക. അപ്പൊ നിങ്ങൾക്ക് 30യിൽ നിന്ന് 4 മൈനസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് രൂപം വരുന്നതെങ്കിൽ 30 - 4 എത്രയാണ്? 26. അപ്പൊ 26 ആണ് അവിടുത്തെ ഉത്തരം. അപ്പൊ ഏതെങ്കിലും കുട്ടികൾ ഇത് മനസ്സിലാകാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പറയാൻ പറ്റുന്ന കുട്ടികൾ അതൊന്ന് ഏറ്റു പറഞ്ഞാൽ നന്നായിരുന്നു. കുട്ടികൾ ആരെങ്കിലും അങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് കമന്റ് ചെയ്യണം, അല്ലെങ്കിൽ വൺസ് അഗൈൻ എന്ന് കമന്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരും. മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്, അപ്പൊ ആ കാര്യം ഒന്ന് പറയാൻ പറ്റുന്ന കുട്ടികളൊന്ന് പറയുക. ശരി, മനസ്സിലായില്ല എന്ന് പറയുന്ന സ്ഥിതിക്ക് ഞാൻ ഒന്നുകൂടി അത് പറയുകയാണ്. ഒന്ന്, ഈ പറഞ്ഞതുപോലെയുള്ള ഈ ഒരു ഒന്നുകൂടി ഇവിടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ 4 × 4 വരുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അതിന്റെ ആൻസർ 30 ആണ്. അത് 1 + 4 + 9 + 16 ആണ്. ദാറ്റ് ഈസ് 30.
പക്ഷേ നമുക്ക് നമ്മുടെ ചോദ്യത്തിൽ ഈ ഒരു പീസ് ഇല്ല, ഒരെണ്ണം ഇല്ല. ഒരെണ്ണം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതും കൂടി ഇവിടെ ചേർത്ത് വെച്ചുകൊണ്ട്, ഈ ഒരു സംഭവം ഇവിടെ ചേർത്ത് വെച്ചുകൊണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുക ഒരു സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 30 കിട്ടുമല്ലോ. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ആ 30-ൽ നിന്ന് നിങ്ങൾ ഈ ഒരു വരി എത്ര എണ്ണം ഉണ്ടോ, അത് 4 ആണുള്ളത്, ആ 4 അങ്ങോട്ട് മൈനസ് ചെയ്ത് കളയുക. അപ്പൊ 30-ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നു 26. അടുത്ത ഇതിലേക്ക് പോകാം. അടുത്ത ഇതിലേക്ക് ഇവിടെ എത്ര എണ്ണാണുള്ളത് ചെറുത്? 25. അപ്പൊ 25ഉം 5 into 5 ആണ് അവിടെ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ മൊത്തം എത്ര സ്ക്വയർ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പറയൂ. 1 plus 4 plus 9 plus 9 plus 16 plus 25. ആ 25 വരെ മതി. ഇത് മൊത്തം കൂട്ടിയാൽ എത്രയാണ്? 55. നോക്കണേ നിങ്ങൾ. ആ 55-ൽ നിന്ന് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കുട്ടികൾ കമന്റ് ചെയ്തോളൂ, പെട്ടെന്ന് കമന്റ് ചെയ്തു. കോഹോസ്റ്റ് കുട്ടികൾ പിന്നെ പറഞ്ഞാൽ മതി മറുപടി. ഇതിൽ നിന്ന് ഒരു പീസ് ഞാൻ മാറ്റി. ഇതിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടാവും? 50. അപ്പൊ ഈ 55-ൽ നിന്ന് നിങ്ങൾ മൈനസ് ചെയ്യേണ്ടത് എത്രയാണ്? 5. 5 മൈനസ് ചെയ്തത് 5 rows. 5 റോസ് ആണ്. ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു 9 കള്ളിയുള്ള ചെറിയ ചിത്രം വരയ്ക്കാം. അല്ലെങ്കിൽ ഞാൻ ഇതിൽ കണ്ട ചിത്രത്തിന് എടുക്കാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് എണ്ണി എടുക്കാൻ സുഖമുണ്ട്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞത് മാത്രം ഒന്ന് പരിഗണിക്കാം. ഞാൻ പെട്ടെന്ന് മനസ്സിലാവും. ഇതാ ഇവിടെ എൻ്റെ ചോദ്യം ഇതാണ്. ഇവിടെ 9 ചെറിയ സ്ക്വയേഴ്സ് ആണുള്ളത്. ഇതിൽ നിന്ന് ഒരു സ്ക്വയർ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരത്തിലാണ്. കമന്റ് ചെയ്തോളൂ. ഒരു സ്ക്വയർ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ എത്രയാണ്? 6 അല്ല. 6 എന്തായാലല്ല. ആ പറഞ്ഞതുപോലെ അല്ലല്ലോ നിങ്ങൾ ചെയ്തത്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരില്ല, പറയില്ല. 11 is the right answer. കുട്ടികൾ 11 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മൾ ഇത് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് 1 plus 4 plus 9 ആണ്. ദാറ്റ് ഈസ് 14. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ആ 40-ൽ നിന്ന് നിങ്ങൾ മൈനസ് ചെയ്യേണ്ടത് ഒരു റോ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 14 minus 3 is equal to 11. ഇനി നിങ്ങൾക്ക് ഇത് 9 എണ്ണം ഞാൻ എണ്ണി കാണിച്ചു തരാം. നോക്കോളൂ. ഇവിടെ 9 എണ്ണം എണ്ണി കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കോളൂ. 1 2 3 4 5 9 അല്ല, നമുക്ക് 11 എണ്ണം എണ്ണി കാണിക്കേണ്ടത്. 9 നേരത്തെ പറഞ്ഞു തെറ്റിപ്പോ. 1 2 3 4 5 6 7 8. ആ 8 എണ്ണം അവിടെ കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? യെസ് 8 എണ്ണം കിട്ടി. ഇനി ബാക്കിയുള്ള 3 എണ്ണം നിങ്ങൾ 11 പറഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ള 3 എണ്ണം എണ്ണി കാണിക്കാൻ പോവുകയാണ്. ബാക്കിയുള്ള 3 എണ്ണം ഏതാണെന്നുള്ളത് നോക്കിക്കോളൂ. 1 2 4 5 2 3 5 6 4 5 7 8. ഒന്നുകൂടി പറയാം. 1 2 4 5 2 3 5 6 4 5 7 8. അങ്ങനെയുള്ള 3 എണ്ണം കൂടി കിട്ടി. അങ്ങനെ 8 3 എത്രയായി? 11. ഇത് മനസ്സിലായവർക്ക് ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ലൈക്ക് തരാം, എന്ത് വേണേ തരാം. ഇനിയും മനസ്സിലാക്കാത്തവർക്കുണ്ടെങ്കിൽ നേരത്തെ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്പർ കുട്ടികൾക്ക് അറിയാം. ശരി, ഇപ്പൊ എത്ര കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ? 85. വെരി ഗുഡ്. അപ്പം നമ്മുടെ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ സാറ്റ് എന്നുള്ള പേപ്പർ അല്ല ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുക്കുന്ന കണക്കിന്റെ ക്ലാസ് ആണെങ്കിൽ USSന്റെ ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നേരെ തിരിച്ച് NMMSയുടെ സാറ്റ് പേപ്പറാണ് കൊടുക്കുന്നതെങ്കിൽ USSന്റെ കുട്ടികൾ ആ ക്ലാസ് കാണണം. തിരിച്ച് NMS, കാരണം ജനറൽ മാത്സ് എല്ലാവർക്കും ഒരുപോലെയാണ്. ചില കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ LSSന്റെ കുട്ടികൾക്ക് കൊടുത്തൊരു ചോദ്യമാണ്.
നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിന്റെ ഉത്തരം പറയാൻ പറ്റുമോ? പെട്ടെന്ന് പറയാം. 1 + 11 + 111 + 1111 1111 എത്രയാണ്? പെട്ടെന്ന് പറയും. ടൈപ്പ് ചെയ്താൽ മതി, പെട്ടെന്ന് ടൈപ്പ് ചെയ്താൽ മതി. മൈക്ക് ഓൺ ചെയ്ത് പറയാൻ പറ്റുന്ന കുട്ടികൾക്ക് മൈക്ക് ഓൺ ചെയ്ത് പറയാം. പെട്ടെന്ന് പറയണം. 12,321 എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ഇതാണ് ഇതിന്റെ ഉത്തരം. ഈ സംഭവത്തെ ഞാൻ ഇങ്ങനെ നേരെ കിടത്തിയിട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിയാത്തത്. 1 + 11 + 111 + 1111 1111. ഇത് കൂട്ടിയാൽ 5 4 3 2 1 കിട്ടും. അപ്പൊ ഇവിടെ കണക്കിലെ ചോദ്യങ്ങൾ വരുന്ന വരവ് തെറ്റുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം. അത് തിരിച്ച് ചോദിക്കുമ്പോഴാണ്. അതുപോലെ നേരെ സാധാരണ കൂട്ടുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾ കൂട്ടി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ബാക്കിയുള്ള ചോദ്യമൊക്കെ വളരെ നിസ്സാരമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങളോടൊന്ന് വെറുതെ ചോദിക്കുകയാണ്. ഞാൻ LSSന്റെ മക്കൾക്ക് ഇന്ന് ഹോംവർക്കായിട്ട് കൊടുത്ത സാധനമാണിത്. ഈ ചോദ്യം ഒന്ന് വായിച്ചെടുക്കും. This is the part of the January 2024 calendar. Complete the calendar. What day will be on ഒന്നാമത്തെ ചോദ്യം അതാ. ഒന്നാമത്തെ ചോദ്യം അത് മതി. ഒന്നാമത്തെ ചോദ്യം തന്നെ എടുക്കാം. ഇതൊരു കലണ്ടറിൽ ജാനുവരി 2024 കാലണ്ടറാണ്. ആ കാലണ്ടറിലെ എല്ലാ സംഖ്യകളും നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് നോക്കും. ഫില്ല് ചെയ്തതിന് ശേഷം ഒരാൾ പറയുക ഞാൻ എവിടെ എന്താണ് എഴുതേണ്ടത്. നിങ്ങളൊരു കാര്യം ചെയ്തോ, ടൈപ്പ് ചെയ്താൽ മതി 1 2 3 4. ഇവിടെ ഉള്ള 4 നമ്പേഴ്സ് ടൈപ്പ് ചെയ്താൽ മതി. പെട്ടെന്ന് ടൈപ്പ് ചെയ്യും. ഏതെങ്കിലും കുട്ടികൾ ടൈപ്പ് ചെയ്തോ? സ്ക്രീൻ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. സ്ക്രീൻ കാണുന്നില്ല ഇപ്പോ? കാണുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? കുട്ടികൾ ഫോണൊന്ന് ചരിച്ചു പിടിച്ചാൽ കാണും. ആ ടൈപ്പ് ചെയ്ത ശരിയായ ആൻസർ ഒന്ന് വായിച്ചേ. സമയമില്ല, പെട്ടെന്ന് ഒരാൾ വായിക്കും. ആദ്യത്തെ എത്രയാ വേണ്ടിയത്? 1 ഉറപ്പിച്ചോ? ആയിക്കോട്ടെ. ഇവിടെ 1. രണ്ടാമത്തേലോ? 2. ഇവിടെ 9 ആണ്. ഇവിടെ എന്താ 9 വരാൻ കാരണം? അടുത്തത് 3 + 3 + 7 10 അല്ലേ? അപ്പൊ തെറ്റി. അടുത്ത പറയും. അപ്പൊ 4ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി പറയാനാവുന്നില്ല. അവരെ വിളിക്കണോ? ഇവിടെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തേ ഒരാൾ. ഞാൻ ഈ മൈക്ക് ഓൺ ചെയ്യാൻ പോവുകയാണ്. ബാക്കിയുള്ള കുട്ടികൾക്ക് വേണേൽ പ്രതികരിക്കാം. കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്, അത് നോക്കി വായിച്ചാൽ മതി. ഒൻപത് ഇവിടെ വരണമെങ്കിൽ ഇവിടെ 2 മനസ്സിലായി. ബാക്കി പറയും. ഫസ്റ്റ് ഭാഗത്തിൽ 31 ആണ് സർ. ഫസ്റ്റ് ഭാഗത്തിൽ 30. ജാനുവരിയിൽ കളർ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും 31 ഉണ്ട്. ശരി. അപ്പൊ അതിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ തെറ്റിച്ച് കൊടുത്തത്. ഇത് 31 ആണ് സംഭവിച്ചു. അടുത്തതോ? 1. ഇപ്പൊ കറക്റ്റ് ആയി. അപ്പൊ അങ്ങനെയാകുമ്പോ ഇവിടെ 2 വന്നിട്ടുണ്ടെങ്കിൽ അത് 9 ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ 9 10 11. അപ്പൊ ഇവിടെയോ? 18. ഒന്നും കൂടി നോക്കിയേ. 19. കാരണം ഇവിടെ 12 വന്നു കഴിഞ്ഞാൽ ഇവിടെ 19 ആയിരിക്കണം. അപ്പൊ 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ ചോദ്യമാണ് നിങ്ങളോട് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇവിടെയോ? 20. അത് റെഡിയായി. അപ്പോ 31 1 19 20 ഇത്രയും ശരിയാണുള്ളത്. ഇത്രയും എഴുതിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യുക. അവരുടെ ആൻസർ ശരിയാണ്. ഓക്കെ. ആ കുട്ടികളുടെ പേരൊന്നും ഞാൻ കാണുന്നുണ്ട് ഇവിടുന്ന്. അഭിനന്ദ്, റിയാസ്, അനിൽ ഇതൊക്കെയാണ് ഐഡികൾ. നിങ്ങളുടെ പേരിലല്ല ഉള്ളതെന്ന് മനസ്സിലായി.
സൗമ്യ, ഇഷാന, ഓക്കെ, ഒരേ കുട്ടികൾക്ക്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഈ കലണ്ടറിനെ പറ്റിയുള്ള എന്നാൽ അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. കുട്ടികൾ ടൈപ്പ് ചെയ്തോളൂ. വാട്ട് ഡേ വിൽ ബി ഓൺ April 1st? April 1st ഏത് ദിവസം? (2024) കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പൊ പല ആൻസറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയാൻ പറ്റുന്ന കുട്ടികൾക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയുന്നുണ്ടോ? യെസ് ഓർ നോ? മൺഡേ എന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശരി. ഈ 2024 ജനുവരി 1 ഏത് ദിവസമായിരുന്നു നമുക്കറിയാം? മൺഡേ. അങ്ങനെയാണെങ്കിൽ April 1st ഏത് ദിവസമായിരിക്കും? ശരി. ചോദ്യം നിങ്ങളെ മൈക്ക് ഓൺ ചെയ്യാണ്. അപ്പൊ കുറെ കുട്ടികൾക്ക് പല അഭിപ്രായങ്ങളാണ്. കാരണം മൺഡേ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്, ഓക്കെ. പക്ഷെ മൺഡേ ടൈപ്പ് ചെയ്യാത്ത കുട്ടികളും ഇതിൽ കാണുന്നുണ്ട്, ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ യഥാർത്ഥ ഇപ്പൊ LSSന്റെ ചോദ്യം ഞാൻ അവിടെ മാറ്റി വെച്ചു. യഥാർത്ഥ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ യു ക്യാൻ സീ സോ മെനി സ്ക്വയേഴ്സ്, സ്മോൾ സ്ക്വയേഴ്സ്. ചോദ്യം ഇതാണ്, ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ദിസ് ഫിഗർ? ടൈപ്പ് ചെയ്താൽ മതി. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ദിസ് ഫിഗർ? ചെറുതും വലുതുമായിട്ട് എത്ര ഉണ്ടാവും? 5? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 into 10 100 അല്ല. Sir, 385. 385 is the right answer. 385 ആണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങളോട് മറന്നുപോയി. 1 square 1 plus 4 2 square plus 9 16 25 36 49 64 81 100. അപ്പൊ 1 മുതൽ 10 വരെയുള്ള സ്ക്വയർ നമ്പർ ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 385 ആണ് കിട്ടുക. 385 ടൈപ്പ് ചെയ്ത കുറെ കുട്ടികളെ കാണുന്നുണ്ട്. അപ്പൊ 385 ആണ് ഇത് ശരിയായ ഉത്തരം. അപ്പൊ ഒരു ചോദ്യം മാറി വരുമ്പോഴത്തേക്ക് നിങ്ങളോട് അത് മറന്നുപോയി. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ഇനി നിങ്ങൾക്കൊരു ചോദ്യം തരികയാണ്. ആ ചോദ്യം ഹോംവർക്ക് ആയിക്കോട്ടെ. ആ ചോദ്യം ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഒന്ന് എഴുതി വെച്ചോളൂ എല്ലാവരും. ഇത് ഞാൻ മായ്ക്കാൻ പോവുകയാണ്. ശരി, ചോദ്യം ഇതാണ്. How many squares are there in a chessboard? Chessboard ആണ്. How many squares are there in a chessboard? ഓക്കെ, ചോദ്യം വന്നു. ഈ ചോദ്യത്തിന്റെ ആൻസർ പെട്ടെന്ന് പറയണം. How many squares are there in a chessboard? ആ 204 ടൈപ്പ് ചെയ്ത കുട്ടികളുടെ പേരൊന്ന് വായിക്കണേ. കോഹോസ്റ്റായ കുട്ടികൾ ID വായിച്ചാൽ മതി. ഹാജറ, അബ്ദുള്ള, ഹംന, ഓക്കെ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു കുട്ടി പറയും. സാറേ 1 മുതൽ 8 വരെയുള്ള ഇതിന്റെ സ്ക്വയേഴ്സ് 1 മുതൽ 8 വരെയുള്ള എല്ലാ സ്ക്വയർ നമ്പറും ആഡ് ചെയ്യുന്നു. ശരി, ഇനി നമ്മൾ പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന സ്ക്വയർ നമ്പറായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെയും ചില ചോദ്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. കാരണം ഇന്ന് ഞാൻ
രണ്ട് കുട്ടികളെ ഒന്നിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായ ചില ചോദ്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് 9 നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കാരണം ചെറുത് 9 ഉണ്ടെങ്കിൽ അതിൽ വരിയും നിരയും തുല്യമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ 9 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് ആഡ് ചെയ്യലാണ്. നിങ്ങൾക്കറിയാം 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1, 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4, 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 9. ഇത് കൂട്ടിയാൽ മതി. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ ചോദ്യത്തിൽ ഇങ്ങനെയും ചോദ്യം വരാം. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാന്ന് വിചാരിച്ചാണ്. ഇത് ഇങ്ങനെ, ഇതിന്റെ ഈ ഒരു രൂപത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? റോസ് ആൻഡ് കോളംസിൽ മാറ്റമുണ്ട്. റോസ് ആൻഡ് കോളംസിൽ മാറ്റമുണ്ട്. അങ്ങനെ മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ രീതിയാണ്. ഇവിടെ 1 2 3 എന്ന് നമ്പർ കൊടുക്കുക. അങ്ങനെ നമ്പർ കൊടുത്തതിന് ശേഷം അടുത്ത ജോലി എന്താണ് പറയും? 3 into 4, 3 into 2. ശരി. ഒന്ന് ഞാൻ ഇടപെട്ടോട്ടെ. അതായത് അടുത്ത ജോലി എന്താന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള ഏറ്റവും വലുതിനെ പിടിക്കുക, ഇവിടെയുള്ള ഈ വലുതിനെയും പിടിക്കുക. ഒന്നുകിൽ 4 into 3 അല്ലെ 3 into 4. 3 into 4 ഈസ് ഈക്വൽ ടു 12. ഇനി ഇവിടെയുള്ള ഏറ്റവും വലുത് 3 ആണ്, ഇവിടെയുള്ള ആള് 2 ആണ്. അപ്പൊ വീണ്ടും 2 into 3 ചെയ്യുക. 2 into 3 6. പിന്നെ അടുത്ത ആള് ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ ഇങ്ങനെ ജോഡികളാക്കി മാറ്റിയിട്ട് ഒരൊറ്റ ഗുണിക്കൽ 1 into 2 that is 2. ഇത് കൂട്ടിയാൽ എത്ര കിട്ടും? 30. 20. അപ്പൊ നമ്മുടെ ആൻസർ 20 ആണ്. 20 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇവിടെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഈ രീതിയിലാണ് മറുപടി കൊടുക്കേണ്ടത്. അപ്പം അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ഇന്ന് നമുക്ക് 1-2 ചോദ്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട് തരാനുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ കാരണം കൗണ്ടിങ് ഫിഗേഴ്സിൽ നിങ്ങൾക്ക് ഒരു ടൈപ്പ് മാത്രമേ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെ സ്ക്വയർ തന്നെ എല്ലാം ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു വർഷം ചോദിച്ചത് ട്രയാങ്കിളിന്റെ എണ്ണായിരുന്നു. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. അത് നല്ല ചോദ്യമാണ്. കാരണം അത് കഴിഞ്ഞ 2021 ചോദിച്ച ചോദ്യമാണ്. ഇതിൽ തന്നെ നമുക്ക് ട്രയാങ്കിൾ ആക്കി മാറ്റിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ. ഞാൻ ബാക്കിയുള്ളൊന്ന് വായിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് യെസ് പറയൂ. അല്ല, ആ സ്ക്വയറിന്റെ ഒരെണ്ണം മാത്രം കളഞ്ഞിട്ടുള്ളത് കാണിച്ചില്ലേ? അതാ മനസ്സിലാകാത്തത്. ഒരെണ്ണം മാത്രം ഒഴിവാക്കിക്കൊണ്ടുള്ളത് മനസ്സിലായില്ല, അതാണോ? ഓക്കെ. അത് പറയാം. അതിനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. ഒരെണ്ണം മാത്രം ഒഴിവാക്കിക്കൊണ്ടുള്ള ട്രിക്കല്ലേ അറിയേണ്ടത്, അല്ലേ? അപ്പൊ നമുക്ക് എത്രയാ വേണ്ടി? 9 എടുത്താ പോരെ? 9 എടുക്കാം. അപ്പൊ ഇവിടെ 9 എടുത്തു. ഈ ഒരു സംഭവം മാത്രം നമുക്ക് പരിഗണിക്കാം. നേരത്തെ പറഞ്ഞതാണല്ലോ, എന്നിട്ട് നിങ്ങളുടെ സംശയം പറഞ്ഞില്ല. ശരി, ഇവിടെ 9 സ്ക്വയേഴ്സ് ആണ് ഉള്ളത്. ഇതിൽ നിന്ന് ഒരെണ്ണം അങ്ങ് അടിച്ചു മാറ്റി. ഇപ്പൊ നമുക്ക് എത്ര സ്ക്വയർ ഉണ്ടെന്ന് അറിയാൻ നിങ്ങൾ പരീക്ഷ ഹാൾ വെച്ചിട്ട് ഒരെണ്ണം കൂടി ഇവിടെ അങ്ങ് പിടിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് 1 + 4 + 9 ആണെന്ന്. അത് 14 അല്ലേ? ആ കുട്ടി എന്നെ മറുപടി പറയണേ, അല്ലേ? അപ്പൊ ആ 40 നിന്ന് ഒരെണ്ണം ഇല്ലാതെയാണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്, അതറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ 40 നിന്ന് നമ്മൾ മൈനസ് ചെയ്യേണ്ടത് എത്രയാണെന്നറിയോ? 1 2 3 ഈ 3 എണ്ണാണ്. അപ്പൊ 40 നിന്ന് 3 മൈനസ് ചെയ്താൽ എത്രയാണ്? 11. അങ്ങനെ കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ശരി, ഇനി അടുത്ത നമ്മൾ യഥാർത്ഥ ചോദ്യത്തിലേക്ക് പോയിക്കോട്ടെ. യെസ്, അടുത്ത യഥാർത്ഥ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾ ഓരോന്നോരോന്ന് വരികയാണ്. ശരി, അടുത്ത് ഈ ചോദ്യം ഒന്ന് വായിച്ചു. ഓക്കെ, ഇത് എളുപ്പമാണ്. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി
പെയിന്റ് എന്നതിന് PAINT എന്ന 5 അക്ഷരമാണ് ഉള്ളത്. ഇവിടെയും 5 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. അപ്പൊ Pക്ക് 7ഉം Aക്ക് 4ഉം Iക്ക് 1ഉം Nന് 2ഉം Tക്ക് നമ്മൾ 8ഉം കൊടുത്തു. എക്സലിന് നമ്മൾ Eക്ക് 9 കൊടുത്തു, 3 കൊടുത്തു. ഇതൊരു പ്രത്യേക രീതിയിൽ കോഡിങ്ങിലാണ് കൊടുക്കുന്നത്. 5 കൊടുത്തു, 9 കൊടുത്തു, 6 കൊടുത്തു. USSന്റെ കുട്ടികളോട് പറയാനുള്ളത് ഇത് ഒരു NMMS ചോദ്യമാണ്. കുട്ടികൾ അയച്ചെന്നൊരു ചോദ്യം ഇന്ന് ചർച്ച ചെയ്യുന്നതാണ്. മഴയായതുകൊണ്ട് 2 കൂട്ടരെ ഞാൻ ഒന്നിച്ചിരുത്തിയാണ്. എക്സെപ്റ്റ് എത്ര എന്നാണ് ചോദ്യം. ഇവിടെ നിങ്ങൾക്ക് എയുടെ വില ഇവിടെ പറയൂ. 1. 1. സിയുടെ വില എത്രയാണ്? സി 5. അടുത്ത സിയും 5 കൊടുത്തു. 5 കൊടുത്തു. ഇയുടെ വില എത്രയാണ്? ഇ 9. ഓക്കെ 9. ഓക്കെ കുറച്ച് കുട്ടികൾ പറഞ്ഞാൽ മതി, എല്ലാവരും കൂടി 77 ആളും കൂടിയും പറയണ്ട. ശരി 9. ഓക്കെ, ഇനി അടുത്ത ഒരാള് പി അല്ലേ? പിയുടെ വില എത്രയാണ്? 7. അടുത്ത ടിയുടെ വില എത്രയാണ്? 8. അപ്പോൾ ഓപ്ഷനിൽ നിങ്ങൾ അത് കാണുന്നുണ്ടോ? Yes, sir. ഇതാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി, ഇനി നമുക്ക് പറയൂ. ആരോ എന്തോ ചോദിക്കാൻ നോക്കിയല്ലോ. ശരി, അപ്പം നമുക്ക് ഇപ്പൊ നിങ്ങൾ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് ഞാനിവിടെ മൈക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആവശ്യത്തിന് കുട്ടികൾ മൈക്ക് ഓൺ ചെയ്ത് പറയുന്നുണ്ട്. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. ചോദ്യം നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഓക്കെ അല്ലേ എല്ലാവരും? Yes, sir. What is the least number by which the product of natural numbers from 1 to 10 is to be multiplied to get a perfect square? Perfect square എന്നാണ് ഇവിടെ പറയുന്നത് പോലെ തന്നെ വരുന്നില്ല. To get a perfect square ഉണ്ടോ? വീണ്ടും പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ളതിന് വന്നിരിക്കുന്നത് അങ്ങനെയാണ്. കട്ട്. ശരി, ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയാം. ചോദ്യം ഒന്ന് വായിച്ചേ. What is the least number by which the product of natural numbers from 1 to 10 is to be multiplied to get a perfect square? Get a perfect square. ഇതിന്റെ മലയാളം അതും നോട്ട് ചെയ്ത് വെച്ചോളൂ. മലയാളം മീഡിയം കുട്ടികൾ 1 മുതൽ 10 വരെ നല്ലൊരു ചോദ്യമാണ്. USSന്റെ കുട്ടികളോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. LS ന്യൂമേഴ്സിന്റെ കുട്ടികളോട് എന്തായാലും ചോദിക്കുകയും ചെയ്യും. 1 മുതൽ 10 വരെ ഉള്ള എണ്ണൽ സംഖ്യകൾ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ കഴിയുന്നുണ്ട്? അത് ഉണ്ടോ? Sir, ഒരു മിനിറ്റ്. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ, അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് അത് കാണാലോ. 2 into 3 into 4 into 5 into 6 into 7 into 8 into 9 into 10. ഇത് ചെയ്താൽ വലിയൊരു സംഖ്യയാണ് കിട്ടുക. പക്ഷെ ആ വലിയ സംഖ്യയെ വീണ്ടും താഴെ കൊടുത്തിരിക്കുന്ന ഏത് സംഖ്യ കൊണ്ട്, ഞാനിപ്പോ തൽക്കാലം മോള് കൊടുക്കാം ഓപ്ഷൻസ്. ആ ഓപ്ഷൻസിൽ പറയുന്ന 2, 3, 5, 7 ഇതിലേത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ? 7. വിളിച്ചു പറയണ്ട. It will be a perfect square. Yes.
ടൈപ്പ് ചെയ്തിട്ടുണ്ട്, പല ആൻസർ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ കുട്ടികളോട് ചോദിക്കുന്നു, ഈ ചോദ്യത്തിന് ഉത്തരം 7 ആണ്. നേരത്തെ ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു ഇതിന്റെ ആൻസർ 7 ആണ്. ഈ ആൻസർ 7 കിട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടോ? വിശദീകരിക്കണോ? ശരി, പറയാം. ശരി, അങ്ങനെ ഞാൻ വിശദീകരിക്കണമെങ്കിൽ ഒന്ന് നിങ്ങൾ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താണ് പിടിച്ചോ. ആവശ്യത്തിന് മാത്രം കമന്റ് ചെയ്താൽ മതി. കോഹോസ്റ്റായ കുട്ടികൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അന്നേരം പറഞ്ഞു. ഞാൻ ആദ്യം നിങ്ങളോട് ഒരു ചോദ്യം കോഹോസ്റ്റിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ചോദ്യത്തിന് മറുപടി പറയണം. 18 എന്ന സംഖ്യയെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക? 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. 18നെ 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 36 ആണ്. 36 6ന്റെ സ്ക്വയർ ആണ്. ശരിയാണ്. 50 എന്ന സംഖ്യയെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒന്ന് മൈക്ക് ഓൺ ചെയ്തോട്ടെ, അല്ലെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തോട്ടെ. കാരണം ചില കുട്ടികൾ അവിടുന്ന് മൈക്ക് അവിടുന്ന് ഓൺ ചെയ്തപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ്. ഇപ്പൊ ശരി. ഇനി കോഹോസ്റ്റായ കുട്ടികൾ അവർക്ക് വേണ്ടി മറുപടി പറയാൻ തയ്യാറായിക്കോളും. യെസ്, 50 എന്ന സംഖ്യയെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക? 2. 50 into 2 is 100. അത് 10ന്റെ സ്ക്വയർ ആണ്. അടുത്ത ചോദ്യത്തിന് മറുപടി പറയൂ. 90 എന്ന സംഖ്യയെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ? കുട്ടികൾക്ക് ടൈപ്പ് ചെയ്യാം, മറ്റുള്ള കുട്ടികൾക്ക് പറയാം. ടൈപ്പ് ചെയ്യുന്നത് കേക്ക് ഒക്കെ വരുന്നത്. ശരി, 90 എന്ന സംഖ്യയെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിക്കണം അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ? കോഹോസ്റ്റായ കുട്ടികൾ കേട്ടോളൂ. 90നെ 10 കൊണ്ട് ഗുണിക്കേണ്ടി വരും. 90നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 900 ആണ്. ഇനി നോക്കൂ, എങ്ങനെയാണ് ഈ 2 കൊണ്ട് ഗുണിക്കുക എന്ന് കിട്ടിയത്? എങ്ങനെയാണ് 50നെ 2 കൊണ്ട് ഗുണിക്കുക എന്ന് കിട്ടിയത്? എങ്ങനെയാണ് ഇവിടെ 10 കിട്ടിയത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ജോലി, ഈ 18നെ 2 കൊണ്ട് ഗുണിച്ചാൽ 36 കിട്ടും. ഈ 2 എങ്ങനെ കിട്ടി? 18നെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യുക. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഫാക്ടറൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് പ്രൈം നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രൈം നമ്പർ ഡിജിറ്റ്സ് ആയ 2, 18 ഈവൺ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് നിശേഷരിക്കാൻ പറ്റും. ഒരു സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ നേർ പകുതിയാണ് 9. 9നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് അടുത്ത പ്രൈം നമ്പറായ 3നെ സമീപിക്കുന്നു. 3 കൊണ്ട് നിശേഷം ഹരിക്കാം. 9ൽ 3 3 പ്രാവശ്യം. ഒരു പ്രൈം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ പരിപാടി അവിടെ അവസാനിപ്പിക്കുക. ഉണ്ടോ? ഇപ്പോൾ നമുക്ക് കിട്ടുന്നു, എന്ത് കിട്ടുന്നു? 2 into 3 into 3 ആണ് ഈ 18 എന്ന് മനസ്സിലാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജോഡികളായത് ആരൊക്കെയാണ്? 3 ഉം 3. ആ ജോഡികളെ നമ്മൾ ഒഴിവാക്കുന്നു. ഇവിടെയുള്ള ഈ 2നെ ആണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഒരു വഴി അതാണ്. 50ഉം അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. 50നെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 25 കിട്ടി. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പ്രൈം നമ്പറാണ്, 5 കിട്ടി. അപ്പോൾ നമ്മളിവിടെ മാറ്റി എഴുതുമ്പോൾ 2 into 2 into 5 into 5 എന്ന് എഴുതുന്നു. അത് 50 ആണ്. ഇവിടെ ജോഡികൾ ആരൊക്കെയാണ്? 5 and 5. 5 and 5. അത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇവിടുത്തെ 2 ആണ് ഇവിടെ എഴുതി കൊടുത്തത്. 90ന്റെ കാര്യത്തിലും വ്യത്യസ്തമല്ല കാര്യങ്ങൾ. ഇത് കുറെ കുട്ടികൾ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ടോ? 90നെ ഫാക്ടറൈസ് ചെയ്യുന്നു. 90നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര കിട്ടും? 45. 45നെ നമുക്ക് ഏത് പ്രൈം നമ്പർ കൊണ്ട് ഹരിക്കാം? 5 അല്ലെങ്കിൽ 3 കൊണ്ട് ചെയ്യാൻ പറ്റും.
എത്ര കിട്ടും ഇവിടെ? 9 കിട്ടും. 9നെ വീണ്ടും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, നമുക്ക് 3 കിട്ടും. ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ ഈ ഫാക്ടറൈസ് ചെയ്ത് കിട്ടിയത്. അപ്പൊ 2 into 5 into 3 into 3 ആണ്. അപ്പൊ ഇവിടെ ജോഡികൾ ആരൊക്കെയാണ്? 3 and 3. 3 and 3. അപ്പോൾ 2 into 5 എത്രയാണ്? 10. 10. അപ്പോൾ നമുക്ക് 90നെ 10 കൊണ്ട് ഗുണിച്ചാൽ 900 എന്ന സ്ക്വയർ നമ്പർ കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പ്രയാസം വരാനുള്ളൊരു കാരണം പറയാം. പ്രയാസം ഉണ്ടാവാനുള്ള കാരണം നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ സ്ക്വയർ നമ്പേഴ്സിന്റെ ടേബിൾ പഠിക്കണം. 1 to 30 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സിന്റെ ടേബിൾ എല്ലാവരും പഠിച്ചു വെക്കുക. 1 to 30 എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. എന്താണ് അവർക്ക് പറയാനുള്ളത്? യെസ്, എന്താണ് പറയാനുള്ളത്? പറയൂ. മനസ്സിലായിട്ടില്ല. എന്താണ്, എവിടെയാണ് മനസ്സിലാകാത്തത്? പറയൂ. ഏതാണ് മനസ്സിലാകാത്തത്? ശരി, നമുക്കൊരു കാര്യം, ഈ ചോദ്യം ഒന്ന് എടുക്കാം. നിങ്ങൾ ടൈപ്പ് ചെയ്ത കുട്ടികളോടാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായിട്ടില്ല എന്ന രീതിയിൽ അവർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവരോടാണ് എൻ്റെ ചോദ്യം. ഏത് ഭാഗമാണ് തിരിയാത്തത്? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ചോദ്യത്തിലേക്ക് ഒന്ന് ഡയറക്റ്റ് ആയിട്ട് കടന്നു നോക്കാം. ചോദ്യം ഇതായിരുന്നല്ലോ, 1 into 2 into 3 into 4 into 5 into 6 into 7 into 8 into 9 into 10. ഈ പ്രൊഡക്റ്റിനെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിക്കണം? അപ്പൊ ഞാൻ ഇനി ഇവിടെ ജോഡികളാക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഉണ്ട്. ആദ്യം നമുക്ക് സ്ക്വയർ നമ്പറിനെ പഠിക്കാം. സ്ക്വയർ നമ്പർ ഇതിൽ ഏതൊക്കെയാണ്? നിങ്ങൾ പറയൂ, സ്ക്വയർ നമ്പർ ഏതൊക്കെയാണ്? ഇവിടുത്തെ സ്ക്വയർ നമ്പർ. ഓ ശരി, നമുക്ക് തൽക്കാലം ഒന്ന് പറഞ്ഞങ്ങ് പോകാം. ഓക്കെ, കുട്ടികൾ ബഹളാക്കിയിട്ട് കേൾക്കുന്നില്ല. ശരി, അപ്പൊ ഒന്ന് പറയാൻ പറ്റുന്നവർ ഒന്ന് പറയണ, സ്പീഡ് കൂട്ടണം. ഇതില് സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 149. 149. നമുക്കൊരു കാര്യം ചെയ്യാം, 1 സ്ക്വയർ നമ്പർ 1 into 1 എന്ന് ജോഡിയാക്കാം, 2 into 2 എന്ന് ജോഡിയാക്കാം, 3 into 3 എന്നതിന് ജോഡിയാക്കാം. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്ത ബാക്കിയുള്ള നമ്പേഴ്സ് നമ്മൾ എഴുതി നോക്കിക്കോളൂ. അത് പ്രൈം നമ്പറിന്റെ ഭാഗമായിട്ട് എഴുതാൻ പോവുകയാണ്. 2 into 3 into 5 into ഇനി 6 ആണ്. 6നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം പ്രൈം നമ്പറിന്റെ ഭാഗമായിട്ട്? 2 into 3. 2 into 3 എന്ന് എഴുതാം. 7 പ്രൈം നമ്പർ ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതി. 8നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 4 into 2. 4 into 2 എഴുതാം. വീണ്ടും 4നെ സ്പ്ലിറ്റ് ചെയ്യാൻ അതുകൊണ്ട് 2 into 2 into 2. 2 into 2 into 2 എന്ന് 8നെ സ്പ്ലിറ്റ് ചെയ്യാം. 10നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 2 into 5. 2 into 5. അപ്പൊ ഈ സംഖ്യകളെ നമ്മൾ ഇങ്ങനെയാക്കി മാറ്റാൻ കാരണം ഇതെല്ലാം പ്രൈം നമ്പർ ആയതുകൊണ്ടാണ്. ഇതാ ഒക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. ഇനി നമുക്ക് ഇതിലെ ജോഡികളെ കണ്ടെത്തിയിട്ട് ജോഡികളെ ഒഴിവാക്കാൻ പോവുകയാണ്. 5ന് ഒരു ജോഡി ഇവിടെ ഉണ്ട്, അതാണ്. 3ക്ക് ഇവിടെ ഒരു ജോഡി ഉണ്ട്, അതാണ്. 2ന് 2നെ കിട്ടി, ഇവിടെയുള്ള 2ന് 2നെ കിട്ടി, ഇവിടെയുള്ള 2ന് 2നെ കിട്ടി. അപ്പൊ എല്ലാം ഒഴിവായി. അവസാനം ഒറ്റപ്പെട്ടവൻ ആരാണ്? 7. 7. അപ്പൊ 7 ആണ് നമ്മുടെ ആൻസർ. ഇത് മനസ്സിലാകാത്തവർ ഒന്നുകൂടി ഈ വീഡിയോ കാണുക. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരിട്ട് എന്നെ വിളിക്കുക. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തോടുകൂടി നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരും. അത് നമ്മൾ ഗ്രൂപ്പിലൂടെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യും. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും. ഇതെല്ലാം പേടിക്കേണ്ട, നിങ്ങളുടെ സ്കൂളിൽ വന്നിട്ട് നേരിട്ട് തന്നെ ക്ലാസ് കിട്ടും. ക്ലാസ്സിൽ കിട്ടാത്ത കുട്ടികൾ വളരെ അപൂർവമായിട്ടേ ഇതിലുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ തന്നെ കൃത്യമായിട്ട് ക്ലാസ് റൂമിലാകുമ്പോൾ കൂടുതൽ മനസ്സിലാവും നിങ്ങൾക്കത്. ഈ ഓൺലൈൻ ക്ലാസ്സിലാകുമ്പോൾ കുറെ പരിമിതികളുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക. നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഈ ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ ആണോ എല്ലാവരും? Yes, sir. ചോദ്യം ഇതാണ്, സ്ക്വയർ റൂട്ട് ഓഫ് 49 square plus 49
പ്ലസ് 50 എത്രയാണ്? ആൻസർ വന്നല്ലോ. Sir. ആൻസർ വന്നു. എത്രയാണ് ആൻസർ വന്നത്? 50. ഈ അവസാനം കാണുന്ന നമ്പർ തന്നെയാണ് ഉത്തരം. അവസാനം കാണുന്ന നമ്പർ തന്നെയാണ് ഉത്തരം. പരീക്ഷ കാലത്ത് ഇതൊരു അറിയാത്ത ചോദ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്കൊരു ചെറിയ ചോദ്യം എടുത്തിട്ട് എപ്പോൾ ചെയ്യേണ്ടി വരും. സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 3 പ്ലസ് 4 എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് അവിടെ തന്നെ ചെയ്തു നോക്കാൻ പറ്റും. എങ്ങനെ ചെയ്യാം? 3 സ്ക്വയർ ഈസ് 9 പ്ലസ് 3 ഈസ് 12 പ്ലസ് 4 ഈസ് 16. അപ്പൊ ഇത് കൂട്ടിയാൽ 16 ആണ് കിട്ടുക. അപ്പൊ 16ന്റെ സ്ക്വയർ റൂട്ട് 4 ആണെന്ന് നിങ്ങൾക്കറിയാം. 16 സ്ക്വയർ റൂട്ട് ഓഫ് 16 4. അപ്പൊ ആ 4 നിങ്ങൾക്ക് അവസാനം കാണുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ചോദ്യം എടുത്തു നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 5 പ്ലസ് 6. അപ്പൊ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 25 ആണെന്നും പ്ലസ് 5 30 ആണെന്നും പ്ലസ് 6 36 ആണെന്നും. അപ്പൊ ആ 36ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 6. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെറുത് ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള ഹോംവർക്ക് തരികയാണ്. ഈ ഹോംവർക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് വരും ക്ലാസ്സുകൾ. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കമന്റ് ചെയ്ത കുട്ടികളൊക്കെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഈ ചോദ്യത്തിനുള്ള ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. HW. ശരി, ഇത് അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കും. നല്ലൊരു ചോദ്യമാണ്. സ്ഥിരമായിട്ട് 2 കൂട്ടരോട് ചോദിക്കാവുന്ന ചോദ്യമാണ്. USSന്റെ കുട്ടികളോടും NMSന്റെ കുട്ടികളോടും ന്യൂമാത്സിന്റെ കുട്ടികളോടും ഒക്കെ ചോദിക്കും. 2n ഒരു ബ്രാക്കറ്റ് കൊടുത്തു. 2n പ്ലസ് 1 മൈനസ് 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഈസ് ഈക്വൽ ടു 2016 ആയാൽ n-ന്റെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. n-ന്റെ വില എത്രയാണ്? ആ ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കുക. 2 raised to n in 2 raised to n 2 raised to n plus 1 minus 1 equals 2016. What is the value of n? ഓപ്ഷൻസ് വായിച്ചു നോക്കൂ. Options are 4, 5, 6, 7. രണ്ടാമത്തെ ചോദ്യം പിടിച്ചോളൂ. രണ്ടാമത്തെ ചോദ്യം അത് നീലമഷി കൊണ്ട് എഴുതാം. 6 മൈനസ് 1 ഇൻറ്റു ബ്രാക്കറ്റ് അതാണ് അർത്ഥം. 6 സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 6 raised to 3 minus 1. അങ്ങനെ പോട്ടെ മുന്നോളം. അങ്ങനെ പോയി അവസാനം 6 raised to 100 minus 1. ഇതിങ്ങനെ ഗുണിച്ചങ്ങ് പോകുക എന്ന് വിചാരിക്കുക. നിങ്ങളോടുള്ള ചോദ്യം, വാട്ട് വുഡ് ബി the digit in the ones place? The digit in the one place. മലയാളം ഇതാണ്. ഇതിന്റെ 1-ന്റെ സ്ഥാനത്തെ അക്കം എത്രയാണ്? ഡിജിറ്റ് ഇൻ ദ വൺ പ്ലേസ്.